ഡിവൈഎഫ്ഐയിൽ ഫണ്ട് തട്ടിപ്പ് വിവാദം. അന്തരിച്ച പി ബിജുവിന്റെ പേരിലെ ഫണ്ടിൽ പാളയം ബ്ലോക്ക് കമ്മിറ്റിയിലാണ് തട്ടിപ്പ് നടന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഷാഹിനെതിരെയാണ് ആരോപണം. മേഖലാ കമ്മിറ്റികൾ സിപിഐഎം ഡിവൈഎഫ്ഐ നേതൃത്വങ്ങൾക്ക് പരാതി നൽകി. ഉമേഷ് ബാലകൃഷ്ണൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, എപ്പോൾ നടന്ന തട്ടിപ്പാണിത്? എന്താണ് വിവരങ്ങൾ? മാസങ്ങൾക്ക് മുമ്പ് നടന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ പരാതി പോയിരിക്കുന്നത്. ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന എസ് ഷാഹിൻ മുൻപ് പാളയം ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ആ സമയത്താണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എസ് ബിജുവിന്റെ പേരിൽ റെഡ് കെയർ സെന്റർ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഓരോ ബ്ലോക്ക് കമ്മിറ്റിക്ക് കൃത്യമായ ഫണ്ടിന് വേണ്ടുള്ള കോട്ട നിശ്ചയിച്ച് നൽകുകയും ചെയ്തിരുന്നു. ആ ഫണ്ട് പിരിവിന് ശേഷം ബാക്കി വരുന്ന തുക വെച്ച് ബ്ലോക്ക് കമ്മിറ്റി ഒരു ആംബുലൻസ് വാങ്ങാനും തീരുമാനിച്ചിരുന്നു. ഇതിൽ നിന്നാണ് 2.5 ലക്ഷം രൂപ എസ് ഷാഹിൻ വെട്ടിച്ചു എന്ന് പരാതി ഉയർന്നിരിക്കുന്നത്. എസ് ഷാഹിൻ 2.5 ലക്ഷം രൂപ വെട്ടിച്ചതായും തുടർന്ന് പരാതി ആദ്യം പോയപ്പോൾ അതിൽ 1.5 ലക്ഷം രൂപ തിരികെ അടച്ചു എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എസ് ഷാഹിൻ തിരുവനന്തപുരം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. എന്നാൽ ഈ പരാതിയിൽ ഉള്ള പ്രധാന ആരോപണം എസ് ഷാഹിനെ ഇപ്പോൾ ചിലർ സംരക്ഷിക്കുന്നു, ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ചിലർ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഗുരുതരമാകുന്നത്. ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പ്, അതും പി ബിജുവിന്റെ പേരിൽ റെഡ് കെയർ സെന്റർ നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തിയ പിരിവിൽ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ള ഗുരുതര ആരോപണം. ആ ആരോപണം നേരിടുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഡിവൈഎഫ്ഐക്കും സിപിഎമ്മിനും നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. എന്തായാലും പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഈ 2.5 ലക്ഷം രൂപയിൽ 1.5 ലക്ഷം രൂപ തിരികെ അടച്ചെന്നും 1 ലക്ഷം രൂപ സമ്മേളനത്തിന്റെ ഭാഗമായി ചെലവായി പോയതായി വൗച്ചറുകളും ഈ എസ് ഷാഹിൻ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയുമെന്നാണ് പറയുന്നത്. എന്നാൽ അത്തരത്തിൽ 1 ലക്ഷം രൂപ ചെലവായി പോയത് എന്ന് പറയുന്നത് കള്ള ബില്ലുകളാണ് എന്നാണ് ഈ പരാതിയിലെ ആരോപണം. അതായത് ഈ ഉമേഷ്, നേരത്തെ ഇത്തരം പരാതി എവിടെയാണ് ഉയർത്തിയത്? ആർക്ക് മുന്നിലാണ് ഈ ഷാഹിൻ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണമടക്കം നൽകിയത്? നേരത്തെ ഈ പരാതികൾ ആദ്യം എത്തുന്നത് അതായത് എസ് ഷാഹിൻ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായി മാറിയപ്പോൾ മേഖലാ കമ്മിറ്റിക്ക് ബ്ലോക്ക് കേന്ദ്രങ്ങൾക്ക് പുതിയ ചുമതല വന്നു. പാളയം ബ്ലോക്ക് കമ്മിറ്റിയുടെ ചുമതല മാറിയപ്പോൾ ആ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ ഈ ഫണ്ട് പരിശോധിച്ചപ്പോഴാണ് ഇത്തരമൊരു തിരിമറി ശ്രദ്ധയിൽപ്പെട്ടത്. ബ്ലോക്ക് കമ്മിറ്റിയിൽ തന്നെ വിഷയം ചർച്ച ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്ത് അത് ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചു. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിലാണ് ഇത്തരമൊരു വിശദീകരണം നൽകിയത്. അതായത് ഈ ഷാഹിൻ ഈ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ 1.5 ലക്ഷം രൂപ തിരികെ നൽകിയത്? തീർച്ചയായും അത്തരത്തിൽ പരാതി ഇപ്പോഴാണ് നൽകിയത്. പരാതിക്ക് മുൻപ് ബ്ലോക്ക് കമ്മിറ്റി ഇത്തരത്തിലൊരു ഫണ്ട് തിരിമറി നടന്നിരിക്കുന്നു എന്നുള്ള വിവരം ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചു. ജില്ലാ കമ്മിറ്റിയെ അറിയിച്ച ശേഷമാണ് ഈ 1.5 ലക്ഷം രൂപ, അതായത് 2.5 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുകയും അത് സ്വന്തം വീട് വെക്കാൻ വേണ്ടി ചെലവാക്കുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിലെ ആരോപണം. അത്തരത്തിൽ ആരോപണം വിധേയനായ ഷാഹിൻ ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ 1.5 ലക്ഷം രൂപ തിരികെ ബ്ലോക്ക് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. കൂടാതെ 1 ലക്ഷം രൂപ ജില്ലാ സമ്മേളനത്തിന് സമയത്ത് ചെലവായി പോയതായി കാണിച്ചുള്ള വൗച്ചറുകളും സമർപ്പിച്ചു. എന്നാൽ ആ വൗച്ചറുകൾ കള്ള ബില്ലാണ് എന്നും പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇത്തരം തിരിമറി നടന്നു എന്നത് ഏതാണ്ട് വ്യക്തമാണ്. അപ്പോഴും ഈ ഷാഹിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ്, അത്തരമൊരു ആരോപണമാണ് ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിക്കും സിപിഎം നേതൃത്വത്തിനും നൽകിയ പരാതിയിൽ ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം, ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നുള്ള ഗുരുതരമായ ആരോപണം നേരിടുന്ന ഒരാളെ സംരക്ഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പണം തിരികെ അടച്ചതിന് ശേഷം തുടർ അന്വേഷണമോ തുടർ നടപടികളോ ഉണ്ടായില്ല. അത് അവിടെ അവസാനിച്ചു എന്ന രീതിയിൽ നേതൃത്വം ഷാഹിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആരോപണം. എന്തായാലും ഷാഹിൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് നിലവിൽ ഒരു പരാതി ഡിവൈഎഫ്ഐ ജില്ലാ സ്റ്റേറ്റ് കമ്മിറ്റിക്കും ഡിവൈഎഫ്ഐ സിപിഎം നേതൃത്വത്തിനും പോയിട്ടുള്ള പരാതി മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഈ പരാതിയിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരമാകുന്നത് പി ബിജു എന്ന പരിണിതപ്രജ്ഞനായ നേതാവ് തിരുവനന്തപുരം ജില്ലയ്ക്കും സംസ്ഥാന നേതൃത്വത്തിനും SFI കാലഘട്ടത്തിലും ഡിവൈഎഫ്ഐ കാലഘട്ടത്തിലും നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഇത്തരത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ബിജുവിന്റെ മരണത്തിൽ എല്ലാവരും ദുഃഖിതരാകുകയും ചെയ്ത ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഡിവൈഎഫ്ഐ ഇത്തരമൊരു റെഡ് കെയർ സെന്റർ, അതായത് പഠനം, മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റെഡ് കെയർ സെന്റർ എന്നൊരു
ഒരു പുതിയ പദ്ധതിക്ക് അല്ലെങ്കിൽ പുതിയൊരു തീരുമാനം, ഒരു പുതിയ മന്ദിരം നിർമ്മിക്കുകയും മന്ദിരത്തിന്റെ ഭാഗമായി തുടർ സേവനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളുടെ ഒരു പ്ലാൻ തയ്യാറാക്കിയത്. ആ പ്ലാൻ തയ്യാറാക്കി അത് കൃത്യമായി ഓരോ മേഖലാ കമ്മിറ്റികൾക്കും എല്ലാം ചുമതല നൽകി, ഫണ്ട് എത്തിക്കാൻ വേണ്ടിയുള്ള ചുമതലകൾ നൽകി, അതിനനുസരിച്ചുള്ള ഫണ്ട് പിരിവുകൾ കൃത്യമായി നടന്നു. അവിടെയാണ് ആ ഫണ്ട് കൃത്യമായി കൈമാറുന്നതിൽ വീഴ്ച, ക്രമക്കേട് നടത്തി എന്നുള്ളതാണ് പ്രധാനമായ പരാതി. പാളയം ബ്ലോക്ക് കമ്മിറ്റിയിൽ, മേഖലാ കമ്മിറ്റിയിൽ നിന്നെത്തിയ ഫണ്ടിൽ ഈ 2.5 ലക്ഷം രൂപ വെച്ച് ഓരോ മേഖലാ കമ്മിറ്റിയിൽ നിന്നും ആംബുലൻസ് വാങ്ങാൻ സമർപ്പിക്കണമെന്ന് ബ്ലോക്ക് കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു. അതായത് റെഡ് കെയർ സെന്ററിന് കൂടാതെ ആംബുലൻസ് വാങ്ങാൻ കൂടി. പക്ഷേ ഈ ആംബുലൻസ് വാങ്ങാനുള്ള തുകയിലാണ് തിരിമറി നടത്തിയത്. ആംബുലൻസ് വാങ്ങാൻ ലഭിച്ച തുക ഷാഹിൻ സ്വന്തം അക്കൗണ്ടിലേക്ക്, സാധാരണ ഇത്തരത്തിൽ പാളയം മേഖലാ കമ്മിറ്റിയുടെ, പാളയം ബ്ലോക്ക് കമ്മിറ്റിയുടെ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്കല്ല ഈ തുകയെല്ലാം പോയത്. ഷാഹിൻ സ്വന്തം അക്കൗണ്ടിലേക്കാണ് ഈ തുകയെല്ലാം മാറ്റിയത്. തുടർന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ തുകയിൽ 1.5 ലക്ഷം രൂപ പാളയം ബ്ലോക്ക് കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം 1 ലക്ഷം രൂപ ഇത്തരത്തിൽ ജില്ലാ സമ്മേളനം നടന്ന സമയത്ത് ചിലവായി എന്നുള്ള വൗച്ചറുകളും കാണിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ നിലവിൽ ഈ പരാതി ലഭിച്ചതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിന്റെയോ അല്ലെങ്കിൽ CPIMന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടുണ്ടോ? അത്തരമൊരു പ്രതികരണങ്ങളോ ആരോപണ വിധേയന്റെ പ്രതികരണങ്ങളോ ഇതുവരെ ലഭ്യമായിട്ടില്ല. അതൊരു പക്ഷേ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് കരുതാമെങ്കിലും ഇതുവരെ അത്തരമൊരു പ്രതികരണങ്ങൾ മറ്റും ലഭ്യമായിട്ടില്ല. ഈ CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഫണ്ട് തട്ടിപ്പിലായിരുന്നു നേരത്തെ TI മധുസൂദനൻ MLAക്ക് എതിരെ ഉൾപ്പെടെയൊക്കെ പാർട്ടി നടപടി സ്വീകരിച്ചത്. ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് ഈ ഫണ്ട് തട്ടിപ്പ് എന്നത് തന്നെ വലിയ തോതിൽ തലവേദനയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഇപ്പോൾ CPIMന്റെ തന്നെ പോഷക സംഘടനയായിട്ടുള്ള DYFIയിലും ഇത്തരം തട്ടിപ്പുകൾ പുറത്തു വരുന്നത്. അത് ഒരുപക്ഷെ വലിയ ആക്കുന്ന സാഹചര്യമല്ലേ ഉണ്ടാകുന്നത് ഉമേഷ്? ഇതൊരു വൈകാരിക വിഷയം കൂടിയാണ്. പ്രത്യേകിച്ച് പി ബിജു എന്ന നേതാവിന്റെ പേരിൽ നിർമ്മിക്കുന്ന റെഡ് കെയർ സെന്ററിന്റെ പേരിൽ വാങ്ങിയ ഫണ്ടിലാണ് തിരിമറി നടത്തിയിരിക്കുന്നത്. മറ്റു ഫണ്ടുകൾ പോലുമല്ല. അത്തരത്തിൽ വളരെ ഡിവൈഎഫ്ഐ CPM നേതാക്കൾ പോലും വളരെ വൈകാരികമായി കണ്ട അല്ലെങ്കിൽ വൈകാരികമായി ബന്ധമുള്ള ഒരാളാണ് പി ബിജു. ആ പി ബിജുവിന്റെ പേരിൽ നിർമ്മിക്കുന്ന റെഡ് കെയർ സെന്ററിന് വേണ്ടി പിരിച്ച ഫണ്ടിലാണ് പിരിവ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വൈകാരികമായുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ വൈകാരികമായ ഒരു രോക്ഷപ്രകടനം പല കോണുകളിൽ നിന്നും ഡിവൈഎഫ്ഐ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പരസ്യമായി ചാനലുകൾക്ക് മുമ്പിൽ പറയാൻ തയ്യാറല്ല എങ്കിൽ പോലും അത്തരത്തിൽ പി ബിജു എന്ന് പറയുന്ന നേതാവിന് വേണ്ടി ഇത്തരത്തിൽ തയ്യാറാക്കിയ ഫണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പിരിച്ച ഫണ്ടിൽ തിരിമറി നടത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവതരം. മറ്റ് ഫണ്ടുകൾ പോലെയുമല്ല. കാരണം ഡിവൈഎഫ്ഐക്കും SFIക്കും എല്ലാം വളരെ വൈകാരിക അടുപ്പമുള്ള ആളാണ് പി ബിജു. അകാലത്തിലുള്ള മരണം എല്ലാവരെയും ദുഃഖത്തിലായിട്ടിരുന്നു. കോവിഡ് ബാധിതനായിട്ടാണ് പി ബിജു മരിച്ചത്. ആ ഒരു മരണവാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഈ ഇത്തരത്തിൽ എല്ലാവരും അനുശോചനങ്ങൾ അറിയിക്കുകയും വളരെ നല്ല വാക്കുകൾ മാത്രം പി ബിജുവിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പി ബിജുവിന്റെ പേരിൽ നിർമ്മിക്കാൻ പോകുന്ന ഒരു മന്ദിരത്തിന്റെ പേരിൽ പിരിച്ച ഫണ്ടിലാണ് തിരിമറി നടത്തിയിരിക്കുന്നത് എന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഒരു കൂടുതൽ വൈകാരികമായി ഈ വിഷയത്തിൽ മറ്റുള്ളവർ പ്രതികരിക്കാൻ കാരണമായിരിക്കുന്നത്. എന്തായാലും പ്രളയ തട്ടിപ്പിൽ CPIM നേതാക്കളെല്ലാം ഉൾപ്പെട്ടതുപോലെയുള്ള പരാതികളുണ്ടായിരുന്നു, ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെ ഇത്തരം തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട സഹകരണ ബാങ്കുകളുടെ നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വലിയ തട്ടിപ്പുകൾ നടത്തി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോഴിതാ DYFIയിൽ ഫണ്ട് തട്ടിപ്പ് വിവാദം ഉണ്ടായിരിക്കുന്നു. അതും DYFIയുടെ സമുന്നത നേതാവായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രതിഭ കൂടിയാണ് പി ബിജു. അദ്ദേഹത്തിൻ്റെ പേരിൽ നടന്ന ഫണ്ടിൽ ആണ് ഇപ്പോൾ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. DYFIയുടെ ജില്ലാ പ്രസിഡന്റ് S ഷാഹിനെതിരെയാണ് ആരോപണം നിലനിൽക്കുന്നത്. മേഖലാ കമ്മിറ്റികളാണ് CPIM DYFI നേതൃത്വങ്ങൾക്ക് നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്.